a beautiful name it is. What a beautiful name it is. The name of Jesus Christ my King. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധാനത്തിൽ ഒരുമിച്ച് കടന്നു വന്നു സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചു മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കായി ഒരുക്കിയ നല്ല സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സൂം മാധ്യമത്തിലൂടെ ഈ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ സകലരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം വായിച്ച സങ്കീർത്തനം 63-ാം സങ്കീർത്തനമാണ്. അതിന്റെ പ്രാരംഭവാക്യം മാത്രം വായിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുവാനായി ഏൽപ്പിച്ചിരിക്കുന്ന വചനത്തിലേക്ക് കടക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 63-ാം സങ്കീർത്തനം ദാവീദിനാൽ രചിക്കപ്പെട്ട സങ്കീർത്തനമെന്ന് അതിന്റെ തലക്കെട്ടിൽ നാം വായിക്കുന്നു. വിശേഷാൽ താൻ യഹൂദ മരുഭൂമിയിൽ ഇരിക്കും കാലത്ത് ചമച്ചതാണ്. ഒരു മരുഭൂമിയുടെ അനുഭവത്തിൽ, ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ, ഒരു ശൂന്യതയുടെ അനുഭവത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഭക്തന്റെ ഹൃദയത്തിൽ വന്ന ചിന്തകളാണ് ഈ സങ്കീർത്തനത്തിന്റെ അടിസ്ഥാനം. ദാവീദ് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത് ആ സങ്കീർത്തനം: ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കും, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കും. സാഹചര്യങ്ങളൊക്കെ ഉണങ്ങി വരേണ്ടത്. ചുറ്റുപാട് നോക്കിയാലും ഒരു ജീവന്റെ തുടിപ്പ് കാണാനില്ല. ഒരാശ്വാസത്തിന്റെ പച്ചത്തുരുത്ത് എങ്ങും തന്നെ ദൃശ്യമല്ല. ശൂന്യമായി കിടക്കുന്ന മരുഭൂമിയുടെ അനുഭവം കണ്ടുകൊണ്ടാണ് ദാവീദ് രാവിലെ ഉണരുന്നത്. താൻ പറയുകയാണ്, വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ഈ ദേശത്താണ് ഞാനായിരിക്കുന്നത്. എന്നാൽ എൻ്റെ ഉള്ളിലൊരു ദാഹമുണ്ട്. അത് മറ്റൊന്നിനും വേണ്ടിയുള്ളതല്ല, അത് നിനക്കായുള്ളൊരു ദാഹമാണ്. അധികാലത്ത് തന്നെ തന്റെ ശൂന്യതയിൽ സകലവും നിറയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന് വേണ്ടിയുള്ളൊരു ദാഹം. ആ ദാഹമാണ് വാസ്തവത്തിൽ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. മരുഭൂമിയുടെ അവസ്ഥകൾ വരുമ്പോൾ, ശൂന്യതയുടെ അവസ്ഥകൾ വരുമ്പോൾ, ഒറ്റപ്പെടലിന്റെ അവസ്ഥകൾ വരുമ്പോൾ, സഹായത്തിന്റെ എല്ലാ സ്രോതസ്സുകളും വറ്റിപ്പോകുമ്പോൾ, അപ്രതീക്ഷിതമായി പ്രതീക്ഷിച്ചതെല്ലാം അസ്ഥാനത്തായി മാറുമ്പോൾ, എനിക്കും നിനക്കും ആഗ്രഹിക്കാവുന്ന, പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരിടമുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സന്നിധി മാത്രമാണെന്നും അത് രാവിലെ തന്നെ അവിടേക്ക് കടന്നു ചെല്ലുന്നതാണ് ഒരു നിറവ് പ്രാപിക്കാൻ, ഒരു അനുഗ്രഹം പ്രാപിക്കാൻ നല്ലതെന്ന് ഭക്തനായ ദാവീദ് ഓർമ്മിക്കുകയും താൻ പറയുന്നു, എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കും. അപ്പോൾ തൻ്റെ ഉള്ളം, ദേഹം, അപ്പോൾ ദേഹം, ദേഹി, ആത്മസമസ്തം താൻ മുഴുവനായി എൻ്റെ സർവ അന്തരംഗവുമേ യഹോവയെ വാഴ്ത്തുവീൻ എന്ന് പറയുന്നത് പോലെ തനിക്കുള്ളതൊക്കെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് രാവിലെ സമയം താൻ തന്റെ ശൂന്യതകളെ മാറ്റാൻ കഴിയുന്ന, തന്റെ മരുഭൂമിയുടെ അവസ്ഥകളെ മാറ്റാൻ കഴിയുന്ന, തന്റെ ഇല്ലായ്മകളെ തീർക്കാൻ കഴിയുന്ന സർവശക്തന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച
ഒരാലോചന ഇന്നലെ രാത്രിയിൽ നാം ചിന്തിച്ച വേദഭാഗത്തിന്റെ തുടർച്ചയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു വന്നിട്ട് ആ അധ്യായം പരിശുദ്ധാത്മാവ് എഴുതി അവസാനിപ്പിക്കുന്നത് ഈ വാക്യമാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ദൂതിന്റെ ശീർഷകം എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ. Who fills everything in every way. സകലവും നിറയ്ക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചാണ് ഇന്ന് പകലിൽ നാം ചിന്തിക്കുന്നത്. ശൂന്യതകളെ നന്നായി അറിയാവുന്ന ഒരു ദൈവം. ദാവീദ് പറഞ്ഞു, ഞാനിപ്പോൾ മരുഭൂമിയുടെ അനുഭവത്തിലാണ്. എവിടോട്ട് നോക്കിയാലും ശൂന്യമായ അവസ്ഥയാണ്. എനിക്കൊരു പ്രതീക്ഷയും ഇവിടെയില്ല. എന്നാൽ ആ പ്രതീക്ഷയറ്റ സ്ഥാനത്ത് ശൂന്യമാക്കപ്പെട്ട അനുഭവത്തിൽ എന്റെ ശൂന്യതകളെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സകലത്തെ നിറയ്ക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നതാണ് ഈ അവസ്ഥയിൽ ഏറ്റവും ആശ്വാസകരമെന്ന് പൗലോസ് ദാവീദ് 63-ാം സങ്കീർത്തനത്തിൽ പാടിയെങ്കിൽ പൗലോസ് അപ്പോസ്തലനും സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു വന്നിട്ട് താൻ പിന്നത്തേതിൽ എഫേസ്യർക്കും അതേപോലെ തന്നെ ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാർക്കും വിശ്വാസികളെയും ഓർത്തുകൊണ്ട് താൻ നടത്തുന്ന ഒരു പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണ് നാം വായിച്ച ഈ വേദഭാഗം. ഒരു പക്ഷെങ്കിൽ ഇന്ന് പകൽക്കാലം സകലവും ശൂന്യമാക്കപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ശൂന്യതയുടെ അവസ്ഥയെ കുറിച്ച് ഹഗ്ഗായി പ്രവാചകൻ ഓർപ്പിച്ചൊരു വേദഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവീൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർമ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. Ye have sown much and bring in little. Ye eat, but ye have not enough. Ye drink, but ye are not filled. Ye clothe you, but there is none warm. He hath earneth wages to put it into a bag with holes. തിന്നിട്ടും തൃപ്തി വരാത്ത അനുഭവം, കുടിച്ചിട്ടും ദാഹം മാറാത്ത അനുഭവം, വിതച്ചിട്ടും കയ്യിൽ നന്മ കിട്ടാത്ത അനുഭവം, കൂട്ടിവെച്ചിട്ടും നിൽക്കാതെ ശൂന്യമായി പോകുന്ന അനുഭവം, ഒരിടത്തു നിന്നും ഒരു സഹായം ലഭിക്കില്ല എന്ന അനുഭവം, ഓടിയതും അധ്വാനിച്ചതും സമ്പാദിച്ചതുമെല്ലാം വെറുതെയായി പോയെന്നുള്ള ഒരു ഭയം നമ്മെ ഭരിക്കുന്ന ഒരു അനുഭവം, എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത അനുഭവം, എല്ലാവരും ഉണ്ടായിട്ടും ആരും സഹായിക്കാൻ അടുത്തു വരാത്ത അനുഭവം, സകലവും ഇരുട്ടായി സകലവും ശൂന്യമാക്കപ്പെട്ട ആ നാളുകളില് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് ഓർപ്പിക്കാനുള്ളത്: നീ സകലവും ശൂന്യമായി പോയാലും നിന്റെ ശൂന്യതകളെ മനസ്സിലാക്കി നിന്റെ ശൂന്യതകളിൽ പണിയാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നീ തിരിച്ചറിഞ്ഞാൽ നിന്റെ ശൂന്യതകളെ മാറ്റാൻ കഴിയുന്ന
ഒരു ദൈവത്തെ ഇന്ന് പകൽക്കാലം നീ കണ്ടെത്തുക. അവന് മാത്രമേ നിന്റെ ശൂന്യതകളെ നിറയ്ക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്താൽ അതിമനോഹരമായി സൃഷ്ടിക്കപ്പെട്ട ഭൂമി പോലും ശൂന്യമായി പോയി. ഒരു ശൂന്യതയുടെയും പാഴിന്റെയും അനുഭവം പറഞ്ഞുകൊണ്ട് വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായി പോയി. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനു മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. എത്ര മനോഹരമായി സൃഷ്ടിക്കപ്പെട്ടതായിരുന്നെങ്കിലും ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് മാറിപ്പോയപ്പോൾ, ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് മാറിയപ്പോൾ, ഭൂമിയാണെങ്കിൽ പോലും അത് ശൂന്യമാക്കപ്പെട്ടു. അത് പാഴായിപ്പോയി. അത് മുഴുവൻ ഇരുളടഞ്ഞു, വെള്ളത്താൽ മൂടപ്പെട്ടു. ഇന്ന് പകൽക്കാലം ഈ ഒരു അനുഭവത്തിലായിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരോടായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവിൽ ഇടപെടുവാനുള്ളത്. എല്ലാം ശൂന്യമാക്കപ്പെട്ടാലും, നീ ഒരു പാഴാണെന്ന് ലോകം വിധി എഴുതിയാലും, നിന്റെ ചുറ്റിലും അന്ധകാരം മൂടി മുഴുവൻ ഇരുളടഞ്ഞാലും, അപ്രതീക്ഷിത സമയത്ത് വെള്ളത്താൽ മൂടപ്പെട്ട് ഒരു പ്രതീക്ഷയും അസ്തമിച്ചാലും, ഇന്ന് പകൽക്കാലം ദൈവം വിളിച്ചു പറയുന്നു, അതിനു മീതെ പരിവർത്തിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതിനു മീതെ ചലിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. അതിനു മീതെ ചലിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പ്രിയ ദൈവ പൈതലേ, കഴിഞ്ഞ നാളുകളിൽ നീ പാഴായിരുന്നിട്ടും, നീ ശൂന്യമായി പോയിട്ടും, നിന്റെ ജീവിതത്തിൽ ഇരുളടഞ്ഞിട്ടും, വെള്ളത്തിന്റെ മീതെ കവിഞ്ഞു പോയപ്പോഴും നീ നഷ്ടപ്പെട്ടു പോകാതിരുന്നതിന്റെ രഹസ്യം മറ്റൊന്നുമല്ല. നീ നശിച്ചു പോകാതിരിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മീതെ പരിവർത്തിച്ച് നിന്നെ ഉള്ളം കരങ്ങളിൽ വഹിച്ചത് കൊണ്ടാണ് നീ നഷ്ടപ്പെട്ടു പോകാറുള്ളത്. അങ്ങനെ ആയിരിക്കുന്ന ജീവിതങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഒരു പ്രതീക്ഷയുടെ വെളിച്ചമുണ്ട്. പാഴായി നിൽക്കുന്നവനെ, ശൂന്യമായിരിക്കുന്നവനെ, ഇരുളടഞ്ഞിരിക്കുന്നവനെ മാറോട് ചേർത്ത് നിർത്തിയിട്ട് ശൂന്യതകളെ നോക്കി ഇന്ന് പകൽക്കാലം കൽപ്പിക്കാൻ കഴിയുന്ന സർവശക്തന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നീ ഇരിക്കുന്ന മുറിക്കകത്ത്, നീ ഇരിക്കുന്ന ഹോളിനകത്ത്, നീ ഇരിക്കുന്ന മൊബൈലിന്റെ ഫ്രണ്ടിൽ ഈ സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ പാഴിനെയും നിന്റെ ശൂന്യതകളെയും കണ്ടിട്ട് ശൂന്യതകളോട് കൽപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം കേൾവിക്കാരിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ശൂന്യതകളെ നോക്കി കൽപ്പിക്കാൻ കഴിയുന്നൊരു ദൈവം. മുഴുവനും ഇരുളാണെങ്കിൽ എന്റെ സർവശക്തൻ പറയുന്നു, നിനക്ക് വേണ്ടി ഞാൻ വെളിച്ചം വിളിച്ചു വരുത്തും. യെസ്, നിന്റെ ഇരുട്ടിനെ മാറാൻ ഇല്ലാതായി പോയ വെളിച്ചത്തെ സകലത്തിന്റെയും ഉടയവനും സകലത്തിന്റെയും സൃഷ്ടിതാവും പറയുന്നു, മനുഷ്യ നിന്റെ ജീവിതം മുഴുവൻ ഇരുളടഞ്ഞു പോയാലും നിനക്ക് വേണ്ടി വെളിച്ചം, ഹല്ലേലൂയ, വിളിച്ചു വരുത്തുവാൻ കഴിയുന്നവനാണ് ഞാൻ സകലത്തിന്റെയും സൃഷ്ടിതാവാണ്. നീ എന്റെ അടുക്കൽ ചേർന്ന് നില്ല. നിന്നെ നഷ്ടപ്പെടുത്തുവാൻ എന്റേത്, എനിക്ക് സകലവും നിറയ്ക്കാൻ കഴിയും. അതുകൊണ്ട് നീ സീറോ ആയി പോയെങ്കിൽ ഇന്ന് പകൽക്കാലം സീറോയിൽ നിന്ന് നിന്നെ പണിയുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. ഹല്ലേലൂയ. ശൂന്യമായെങ്കിൽ ഇന്ന് പകൽക്കാലം സന്തോഷിച്ചോണം. കാരണം ശൂന്യമായിടത്ത് മാത്രമേ എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. എന്താണ് ശൂന്യാവസ്ഥ? മനുഷ്യന്റെ സകല പ്രതീക്ഷകളും അസ്തമിക്കുന്ന സ്ഥാനം. ലോകപ്രകാരം ചിലതൊക്കെ ചെയ്ത്
കാര്യങ്ങൾ സാധിക്കാമെന്ന് നീ വിചാരിച്ചിടത്ത് നിന്റെ സകല പ്രവർത്തികളും അസ്തമിച്ച സ്ഥലമാണ് ശൂന്യം. നിന്റെ ബുദ്ധി അസ്തമിച്ചൊരു സ്ഥലമുണ്ടല്ലോ, അതാണ് ശൂന്യം. മനുഷ്യരുടെ സഹായം പ്രതീക്ഷിച്ചത് അസ്തമിച്ചൊരു സ്ഥലമുണ്ടല്ലോ, അതാണ് ശൂന്യം. ഹല്ലേലൂയ. ദൈവത്താൽ നൽകപ്പെട്ടതാണെങ്കിൽ പോലും വറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കെരീത് തോടിന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. ദൈവം ഭക്തനെ പോഷിപ്പിക്കാൻ കൊടുത്ത നീരുറവയാണ് കെരീത് തോടെങ്കിലും അതുപോലും വറ്റിക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നിന്റെ ജീവിതത്തില് ഒരു ശൂന്യതയുടെ അനുഭവം വരുത്തിയെങ്കിൽ ആ ശൂന്യത കൊണ്ട് നിന്നെ നശിപ്പിക്കുവാനല്ല ദൈവത്തിന്റെ ഉദ്ദേശം. അതിനപ്പുറത്ത് നിന്നെ നിറച്ച് നടത്തുവാൻ, അതിന്റെ അപ്പുറത്ത് നിന്റെ ജീവിതത്തെ നിറയ്ക്കുവാൻ, അതിനപ്പുറത്ത് കെരീത് തോടിനപ്പുറത്ത് നിന്നെ സമൃദ്ധിയിലേക്ക് നടത്തുവാൻ കഴിയുന്ന ഒരിടത്തേക്ക് നിന്നെ നയിക്കുക എന്നുള്ളതാണ് ഈ ശൂന്യത കൊണ്ട് എന്റെ ദൈവത്തിന്റെ ഉദ്ദേശമെന്ന് തിരിച്ചറിയുന്ന ദൈവജനം ഇന്ന് പകൽക്കാലം ശൂന്യാവസ്ഥയെ നോക്കി ദൈവത്തെ സ്തുതിക്കുക. ഈ ശൂന്യമാക്കപ്പെടുന്ന അവസ്ഥയെ നോക്കിയാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ അനുഗ്രഹ പ്രസ്താവനകളുടെ ആദ്യമായി പഠിപ്പിച്ചത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ളവരാ ദൈവരാജ്യം പ്രാപിക്കുന്നത്. നീ ശൂന്യമാക്കപ്പെട്ടെങ്കിൽ മാത്രമേ, നീ എന്നുള്ളൊരു ഭാവം അസ്തമിച്ചെങ്കിൽ മാത്രമേ, നിന്നെ കൊണ്ട് ചിലതൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള നിന്റെ ചിന്ത അവസാനിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ശൂന്യാവസ്ഥയിലെത്തിയെങ്കിൽ നീ സന്തോഷിച്ചോ. തമ്പുരാന്റെ പണി ആരംഭിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്. ശൂന്യമായിക്കൊണ്ടിരുന്നിട്ടും ശൂന്യമാക്കപ്പെട്ടിട്ടും ഒന്നും കയ്യിലില്ലാതിരുന്നിട്ടും എവിടെ നിന്ന് എങ്ങനെ നടക്കുമെന്ന് നിനക്ക് പോലും അറിവില്ലാതിരുന്നിട്ടും ഇതുവരെ നീ നിന്നത് ആരുടെ ബലത്തിലാണെന്ന് ഇന്ന് പകലൊന്ന് ചിന്തിച്ചോണം. ഇതുവരെ നീ നടന്നത് ഏത് ശക്തിയിലാണെന്ന് ഒന്ന് ചിന്തിച്ചോണം. കാര്യങ്ങൾ നടന്നില്ലേ? കാക്കയെ കൊണ്ടാണെങ്കിലും പോഷിപ്പിച്ചില്ലേ? ഹല്ലേലൂയ, ആമേൻ. സാറാഫാത്തിലെ വിധവയുടെ കലത്തിലെ മാവ് കൊണ്ടാണെങ്കിലും അവളുടെ കലത്തിൽ ഹല്ലേലൂയ ഭരണിയിലെ എണ്ണ കൊണ്ടാണെങ്കിലും പത്തുലയെ നിന്നെ ദൈവം പോഷിപ്പിച്ചില്ലേ? എല്ലാം തീർന്നു, വറ്റി. ഒരട കൂടെ മാത്രമേ ഉള്ളൂ. അതുകൂടെ തിന്നിട്ട് ഞാനും എൻ്റെ മകനും മരിക്കാനിരിക്കുകയാണെന്ന് പറഞ്ഞിടത്ത് ആ ക്ഷാമം തീർന്ന് അവിടെ ഒരു സമൃദ്ധി വരുന്നത് വരെ നിന്റെ കലത്തിലെ മാവ് വറ്റാതെ, നിന്റെ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകാതെ സകലത്തെ നിറയ്ക്കാൻ കഴിയുന്നവന്റെ നിറവിനെ ഇന്ന് പകൽക്കാലം ഒന്ന് തിരിച്ചറിയുന്ന ഭക്ത, നീയാണ് വാസ്തവത്തിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം ആദ്യം മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ചിന്തിച്ചു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു. 5 കൂട്ടം ആത്മീയ അനുഗ്രഹങ്ങൾ ദൈവം അവർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു സഭയ്ക്ക് കൊടുത്തതിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. അതൊക്കെയും പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം അല്ലേ, എന്തുവായിരുന്നു അവിടെ പഠിപ്പിച്ചത്? ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, ആരാക്കി മാറ്റി തെരഞ്ഞെടുത്ത് നമ്മെ ദൈവ മക്കളാക്കി തീർത്തു. അവൻ നമ്മെ ദത്തെടുത്തു. അർഹതയില്ലാത്ത സ്ഥാനത്ത് അവന്റെ മക്കളല്ലാതിരിക്കെ അവന്റെ കുടുംബത്തിലേക്ക് നമ്മെ ദത്തെടുത്തു. ദൈവത്തിന്റെ ഫാമിലിയിൽ ജനിക്കുവാനുള്ള ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചു. എങ്ങനെ? തിരഞ്ഞെടുപ്പിനാൽ.
രണ്ടാമതായി പറഞ്ഞു, സൗജന്യമായി തന്റെ കൃപ, തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. മൂന്നാമത്തെ അനുഗ്രഹമായി അവിടെ പറഞ്ഞത് തന്റെ ഹിതത്തിന്റെ മർമ്മം നമുക്ക് വെളിപ്പെടുത്തി തന്നു. ദൈവത്തിന്റെ ഹൃദയത്തിലെ വിചാരങ്ങളും ചിന്തകളും തിരിച്ചറിയുവാൻ ഒരു മഹാകൃപ നമുക്ക് ലഭിച്ചു. ദൈവിക ഉദ്ദേശങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. നാലാമതായി സുവിശേഷമാകുന്ന സത്യവചനം നമുക്ക് വേണ്ടി തന്നു. അഞ്ചാമത്തെ ആത്മീയ അനുഗ്രഹമായി പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മുടെ മേലിട്ട് നമ്മുടെ അവകാശത്തിന്റെ ഉറപ്പ് നമുക്ക് തന്നു. ഇത്രയും ആത്മീയ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ട എഫെസോസിലെ ദൈവസഭയ്ക്ക് വേണ്ടി പിന്നെയും അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണ് നമ്മൾ വായിച്ച ഈ വേദഭാഗം. ആ ഭാഗത്തിലേക്ക് ഞാൻ വേഗത്തിൽ കടന്നു വരട്ടെ. എന്താണ് പൗലോസിന്റെ പ്രാർത്ഥനാ വിഷയം? അതിന്റെ 17-ാം വാക്യം, chapter 1, Ephesians chapter 1 verse 17. I'm reading from verse 16 onwards. നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലന്റെ വിവിധ പ്രാർത്ഥനകൾ പലയിടങ്ങളിലായി വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് എഫെസോസിലെ ദൈവസഭയ്ക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നത്. താനിപ്പോൾ കിടക്കുന്നത് റോമൻ കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പ്രാർത്ഥന താൻ സ്ഥാപിച്ച, താൻ ഉപദേശിച്ച, താൻ ദൈവത്തെങ്കിലേക്ക് നടത്തിയ ആ ഭക്തന്മാരെ ഓർത്താണ് പൗലോസിന്റെ ചിന്തകൾ മുഴുവനും പോകുന്നത്. അനാദികാലം മുമ്പ് തന്നെ, അല്ലെങ്കിൽ യുഗാരംഭത്തിൽ തന്നെ നമ്മെ ദൈവത്തിൽ ക്രിസ്തുവേശുവിൽ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് അവസാനിപ്പിച്ചത് നിത്യതയെ കുറിച്ചുള്ള പ്രത്യാശയിലാണെങ്കിൽ 4 മുറിക്കകത്ത് 4 ചുവരുകൾക്കകത്ത് എഴുന്നേറ്റൊന്ന് പ്രോപ്പറായി പോലും നിൽക്കാൻ കഴിയാത്ത കൂനിക്കൂടിയ അനുഭവത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇരുന്ന് എഫേസ്യസ് സഭയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ തന്റെ ആ വിഷൻ എന്താണെന്ന് പകൽക്കാലം ഒന്ന് തിരിച്ചറിയണം. ലോകസ്ഥാപനം മുതൽ നിത്യത വരെയുള്ള കാഴ്ചപ്പാട് ഒരധ്യായത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വിവരിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ആ വിഷൻ ഒന്ന് വിശ്വാസികൾക്കുണ്ടാകണമെന്ന് താൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി താൻ പ്രാർത്ഥിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥനയിലെ ഒന്നാമത്തെ വിഷയം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനവും ജ്ഞാനവും പ്രാപിക്കണം. അതിന് വെളിപ്പാടിന്റെ ആത്മാവിനെ ദൈവമേ ഇവർക്ക് കൊടുക്കണമേ എന്നാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ജ്ഞാനവും പരിജ്ഞാനവും നമ്മൾ പ്രാപിക്കണം. വെളിപ്പാടിന്റെ ആത്മാവിനെ ലഭിക്കണം. പൗലോസിന് നല്ലവണ്ണം അറിയാം തന്റെ കാലം ഏതാണ്ട് അവസാനിക്കാറായി. എന്നാൽ താൻ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ദൈവസഭകൾ അത് ദൈവത്തെ വിട്ട് മാറിപ്പോകാതിരിക്കണമെങ്കിൽ, ദുരുപദേശത്തിലേക്ക് ചാഞ്ഞു പോകാതിരിക്കണമെങ്കിൽ, ദൈവഭയത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കണമെങ്കിൽ, വിശ്വാസത്തിലും പ്രത്യാശയിലും
വിശുദ്ധിയിലും വേർപാടിലും നിലനിൽക്കണമെങ്കിൽ ഇവരുടെ അകത്ത് ഒരു കാഴ്ചപ്പാടുണ്ടായാൽ മതിയാകെയുള്ളൂ. ആരെ കുറിച്ചുള്ള കാഴ്ചപ്പാട്? ദൈവത്തെ കുറിച്ചുള്ള ഒരു പരിജ്ഞാനം. ഇവിടെ പൗലോസ് പറയുന്ന രണ്ട് ജ്ഞാനം അവിടെ എടുത്ത് ഓർപ്പിച്ചിട്ടുണ്ട്. One is knowledge and another one is wisdom. ദൈവത്തെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും തിരിച്ചറിയണം. എങ്ങനെയാണ് ദൈവത്തെ ജ്ഞാനത്താൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? ജ്ഞാനം അഥവാ നോളജ് എന്ന് പറയുന്നത് പഠിത്തം കൊണ്ട് ലഭിക്കുന്നതാണ്, വായന കൊണ്ട് ലഭിക്കുന്നതാണ്, പുസ്തകം കൊണ്ട് ലഭിക്കുന്നതാണ്, സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ലഭിക്കുന്നതാണ്, ബൈബിൾ കോളേജിൽ നിന്ന് ലഭിക്കാവുന്നതാണ്. ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചുമുള്ള അറിവ്. എന്നാൽ ആ അറിവ് കൊണ്ട് അവസാനിക്കുന്നില്ല. നമുക്ക് പഠിച്ച് നമുക്ക് ലഭിച്ച ദൈവത്തെ നമുക്കറിയാം. പുസ്തകത്തിലൂടെ നാം കണ്ടെത്തിയ ഒരു ദൈവത്തെ നമുക്കറിയാം. താൻ ലോക സൃഷ്ടിതാവാണ്, സകലത്തിന്റെയും ഉടയവനാണ്, താൻ രക്ഷിതാവാണ്, വീണ്ടെടുപ്പുകാരനാണ്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ് എന്നിത്യാദി യേശുവിനെ കുറിച്ചും പിതാവായ ദൈവത്തെ കുറിച്ചും നൂറുകൂട്ടം കാര്യങ്ങൾ ഒരു പക്ഷത്തിൽ നമുക്ക് അറിവിൽ നിന്ന് പഠിച്ചു പറയുവാൻ സാധിക്കും. അത് വേണ്ട എന്ന് പൗലോസ് പഠിപ്പിച്ചില്ല, അത് വേണം. എന്നാൽ ആ അറിവ് കൊണ്ട് മാത്രം ദൈവത്തെ മനസ്സിലാക്കിയാൽ അത് പൂർണ്ണമാകത്തില്ല, അതൊരു നിറവിലേക്ക് വരത്തില്ല എന്നാണ് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നത്. അതിനപ്പുറത്ത് പരിജ്ഞാനത്തിലൂടെ, വിസ്ഡത്തിലൂടെ ദൈവത്തെ തിരിച്ചറിയണമെന്ന് പൗലോസ് ഓർപ്പിക്കുന്നു. എങ്ങനെയാണ് പരിജ്ഞാനത്തിലൂടെ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്നത്? അല്ല, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് എങ്ങനെ ലഭിക്കും? പരിജ്ഞാനം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് കൊണ്ട് ലഭിക്കുന്ന ഒരു അനുഭവമാണ്. മറ്റേത് അറിവാണെങ്കിൽ ഇത് അനുഭവമാണ്. നമുക്കൊരു രോഗം വന്നിരിക്കട്ടെ, MBBS പഠിച്ചു പാസ്സായി വന്ന ഒരു പുത്തൻ ഡോക്ടറിന്റെ അടുക്കലോട്ട് പലപ്പോഴും നാം പോകില്ല. ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ഉടനെ ആലോചിക്കുന്നത് ഒരു മെഡിക്കൽ കോളേജ് പ്രൊഫസറെ എങ്ങനെ കാണാം. ഇനി ഇപ്പോൾ പ്രൊഫസർ അല്ലെങ്കിലും റിട്ടയർഡായ പ്രൊഫസർ ആയാലും മതി, അദ്ദേഹത്തിന്റെ അടുക്കൽ ചെല്ലുന്നത് നമുക്ക് വിശ്വാസമാ. കാരണം അദ്ദേഹത്തിന് പരിജ്ഞാന കൂടുതലുണ്ട്, അനുഭവ സമ്പത്തുണ്ട്. അനേകായിരം രോഗികളെ ശുശ്രൂഷിച്ച് ആ മനുഷ്യൻ നേടിയെടുത്ത പരിജ്ഞാനത്തിൽ ഒരു പക്ഷെങ്കിൽ നാടി പിടിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് നിന്റെ ഹൃദയമിടിപ്പൊന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ രോഗിയെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ അവന്റെ രോഗങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു എക്സ്പീരിയൻസ്, പരിജ്ഞാനം ഈ ഡോക്ടർക്ക് എങ്ങനെ കിട്ടി? അനേക വർഷങ്ങൾ രോഗികളുടെ കൂടെ ജീവിച്ച് അവരെ തൊട്ടും അവരെ പരിശോധിച്ചും അവരെ ഓപ്പറേറ്റ് ചെയ്തും അവരെ സുഖപ്പെടുത്തിയും തനിക്ക് ലഭിച്ച അനുഭവമാണ് ഈ പരിജ്ഞാനം. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ തന്നെയാ ഏത് മേഖലയിലായാലും. ഒരു വണ്ടി റിപ്പയർ ചെയ്യാൻ കൊണ്ട് നിർത്തിയാലും അറിയാൻ മേലാത്ത മെക്കാനിക് ആണെങ്കിൽ ആ വാഹനം മുഴുവനും അഴിച്ചു പറിച്ച ഒടുവിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ നട്ടും ബോൾട്ടും ബാക്കി വരും. കാരണം അവനത് നേരെ ചൊവ്വേ ചെയ്യാൻ അറിയത്തില്ല, ഉള്ള രോഗം മാറ്റത്തുമില്ല, ഇല്ലാത്ത കുറെ രോഗം കൂടെ വണ്ടിക്ക് ഉണ്ടാക്കി വെക്കുന്ന മെക്കാനിക്കുമാരെ നമുക്കറിയാം. എന്നാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെക്കാനിക്കുകളെ നമുക്ക് നല്ലവണ്ണം അറിയാം. അവർ ഈ വഴിവക്കിൽ ഇരിക്കുന്ന പാർട്ടികളല്ല, വർഷങ്ങളായിട്ട് അവിടെ ഇരുന്ന് വണ്ടി ഓടിച്ച് വണ്ടി റിപ്പയർ ചെയ്ത് വണ്ടിയെ കുറിച്ച് നല്ല അറിവുള്ള ഈ മനുഷ്യൻ ആ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പം പറയും,
അതിനെന്താണ് കുഴപ്പം? കാർബറേറ്ററിന്റെ കച്ചടായാണോ, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ എയർ ഫിൽട്ടറിൽ കച്ചട കയറിയതാണോ, അല്ലെങ്കിൽ അതിന്റെ എഞ്ചിന്റെ പ്രോബ്ലം ആണോ, എന്താണെന്ന് സൗണ്ട് കേട്ട് തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന പരിജ്ഞാനം അവനുണ്ടായത് ആ വണ്ടിയുടെ കൂടെ വസിച്ച് അതിന്റെ കൂടെ പ്രവർത്തിച്ച് അതിനെ തട്ടിയും മുട്ടിയും പണിതും ആ മെക്കാനിക് ഉണ്ടാക്കിയെടുത്ത അനുഭവമാണ് തന്നെ ഒരു ശ്രേഷ്ഠനായ മെക്കാനിക്കാക്കി മാറ്റിയതെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാ, അറിവിൽ നിന്ന്, പുസ്തകത്തിൽ നിന്ന്, വല്ലവരും പഠിപ്പിച്ചു തന്നതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു യേശുവിനെ അല്ല ഞാനും നീയും അറിയേണ്ടത്. അതിനപ്പുറത്ത് നീ സ്വയം മനസ്സിലാക്കിയ അനുഭവത്തിലൂടെ അനുഭവിച്ച ഒരു യേശുവിനെ, ഒരു ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാൻ സാധ്യതയില്ല. നീ ശൂന്യമായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാ യേശുവിനെ പരിജ്ഞാനത്തിനൊന്ന് അറിയാൻ പറ്റുന്നത്? ഈ ദൈവത്തെ എങ്ങനെയാ ഒന്ന് അനുഭവിച്ചറിയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്. ജോൺ ചാപ്റ്റർ 14:23. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. Let me read it in English. Jesus answered and said unto him, If a man love me, he will keep my words, and my Father will love him, and we will come unto him and make our abode with him. We will come and abide with him. ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ഞാനൊരു മുറിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു മുറിക്കകത്ത് അകപ്പെട്ടിരിക്കുന്ന ഒരു സഹോദരന്റെ സാക്ഷ്യം നമ്മളിവിടെ കേട്ടു. ഒരു മനുഷ്യനില്ല, 4 വ്യക്തി മാത്രമേ ഉള്ളൂ. പിന്നെ ആകെപ്പാടെ ഇപ്പോൾ കൈമുതലായിട്ടുള്ളത് ഈ ഒരു മൊബൈലാ. അതിനകത്തൂടാണ് താൻ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെയൊക്കെ മുഖം കാണുന്നത്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ഒരു മുറിക്കകത്തിരിക്കുന്ന ഒരു വിശ്വാസിയുടെ കൂടെ സ്വർഗത്തിലെ ദൈവം പറയുക, പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും പരിശുദ്ധാത്മാവ ദൈവവും ഒരുമിച്ച് വന്ന് ഞങ്ങൾ അവനോട് കൂടെ വസിക്കുമെന്ന് പറഞ്ഞാൽ, വർഷങ്ങള് ഒരുമിച്ച് ദൈവത്തെ തട്ടിയും ദൈവത്തെ മുട്ടിയും ദൈവത്തോട് സംസാരിച്ചും ദൈവത്തോട് ഇണങ്ങിയും ദൈവത്തോട് പിണങ്ങിയും നാം അനുഭവത്തിലൂടെ നേടുന്ന അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഇന്ന് പകൽക്കാലം ഒന്ന് ശരിക്ക് തിരിച്ചറിയണമെന്ന പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിക്കുന്നത്. You should experience God, and that is what is wisdom of God. You should have a wisdom of God. ദൈവത്തെ അനുഭവത്തിലൂടെ തിരിച്ചറിയണം. അനുഭവിച്ചറിയാത്തൊരു ദൈവത്തെ അധികം നാള് പിൻപറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, നിനക്ക് വ്യക്തിപരമായി ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകണം, ഒരനുഭവത്തിൽ വരണം. അനുഭവം ഉണ്ടാകണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുക. ഞാൻ വേഗത്തിൽ താഴോട്ട് പോകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് പൗലോസ് അപ്പോസ്തലൻ ബാക്കി ഓർപ്പിക്കുന്നത്? പരിജ്ഞാനം, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം എങ്ങനെ കിട്ടും? നമ്മളത് കണ്ടു. അവനോട് കൂടെ വാസം ചെയ്യും. Staying with Father, Son, the Holy Spirit in one room. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് പൗലോസ് പറയുകയാണ്, രണ്ടാമത്തെ തന്റെ പ്രാർത്ഥനാ വിഷയം, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട്. അല്ലേ? അടുത്തതായിട്ട് പൗലോസ് ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. ഏതാണ് ഈ ഹൃദയ ദൃഷ്ടി? അതാണ് നമ്മുടെ അകക്കണ്ണ്. പുറമേ ദൈവം നമുക്കൊരു കണ്ണ് തന്നിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ വെളിച്ചമാണെന്ന് ദൈവം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ആ കണ്ണ് എങ്ങനെയൊക്കെ ഉപയോഗിക്കണമെന്നൊക്കെ വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ പഠിച്ചു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം
നിന്റെ പുറമേ ഉള്ള കണ്ണ് നിന്റെ ശരീരത്തിന്റെ വിളക്കാണെങ്കിൽ, നിന്റെ അകത്ത് നിന്റെ ആത്മമനുഷ്യന്റെ ഒരു വിളക്കുണ്ട്, ഒരു കണ്ണുണ്ട്. ആ കണ്ണൊന്ന് പ്രകാശിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നത്. അനുഭവത്തിൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവത്തെ നിന്റെ എക്സ്പീരിയൻസ് ആക്കുവാൻ നിന്റെ ഉള്ളിൽ വന്നൊരു പരിശുദ്ധാത്മാവുണ്ടല്ലോ. ആ പരിശുദ്ധാത്മ ശക്തിയാൽ നിന്റെ അകത്തെ കണ്ണൊന്ന് തുറക്കണം. അകക്കണ്ണ് തുറക്കാത്തൊരുവനോട് എത്ര സുവിശേഷം പറഞ്ഞാലും ഒരു പ്രയോജനവുമില്ല. അവൻ അതൊന്നും ഏറ്റെടുക്കാൻ പോകുന്നില്ല. അവന്റെ ഉള്ളിലെ കണ്ണ് പ്രകാശിച്ചില്ലെങ്കിൽ, അത് തുറന്നില്ലെങ്കിൽ, അവൻ ഒരിക്കലും ദൈവത്തെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ അകക്കണ്ണൊന്ന് പ്രകാശിക്കണമെന്ന് പൗലോസ് ഇവിടെ ഓർമ്മിക്കുന്നത്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ പിന്നെ കാണാൻ പറ്റുന്ന ചില കാര്യങ്ങൾ താൻ ഓർമ്മിക്കുന്നുണ്ട്. ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ ആത്മീയ അനുഗ്രഹങ്ങളുടെ വലിപ്പം എന്താണെന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നുള്ളൂ. ജഡസ്വഭാവമുള്ളവന് ആത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞാൽ അവന് ബോധ്യപ്പെടത്തില്ല. അവനതൊട്ടും മനസ്സിലാകത്തുമില്ല. അവന്റെ കണ്ണെപ്പോഴും ലോകത്തിലുള്ളതിനെ മാത്രമാണ് കാണുന്നത്. എന്നാൽ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ലോകത്തിലുള്ളതിനെയല്ല, അതിനപ്പുറം ഉയരത്തിലുള്ളതിനെ കാണാനുള്ള ഒരു ദൃഷ്ടി നമ്മുടെ അകത്തുണ്ടാകണം. അതുണ്ടായ ഒരു ഭക്തനായിരുന്നു അബ്രഹാം. താൻ ഈ ലോകത്തിൽ കൂടാരങ്ങളിൽ പാർക്കുമ്പോൾ തന്നെ ദൈവത്താൽ അടിസ്ഥാനമിടപ്പെട്ട ശില്പിയായി നിർമ്മിക്കപ്പെട്ട ഒരു നഗരത്തെ താൻ കണ്ടു എന്ന് ദൈവവചനം ഓർമ്മിക്കുന്നു. ഈ ലോകത്തിൽ കൂടാരത്തിൽ പാർക്കുകയാണെങ്കിലും ഉയരത്തിൽ തനിക്കൊരു കൊട്ടാരം ഒരുക്കുന്നുണ്ടെന്നുള്ള ആ പ്രത്യാശ, ആ വെളിച്ചം, ആ അറിവ് അബ്രഹാമേ താങ്കൾക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ വിശ്വാസ കണ്ടുകൊണ്ട്, എന്റെ അകക്കണ്ടുകൊണ്ട് ഞാൻ ആ നഗരം എന്നും കണ്ടുകൊണ്ടാ ജീവിക്കുന്നത്. ആ നഗരത്തെ കുറിച്ച് എനിക്കൊരു ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഈ ലോകത്തിൽ കൊട്ടാരം പണിയാതിരുന്നതെന്ന അബ്രഹാം പറയുന്നതിന്റെ സാരം. അകക്കണ്ണ് പ്രകാശിച്ചവന്റെ ജീവിതം കണ്ടാൽ അറിയാം. അകക്കണ്ണ് പ്രകാശിച്ചവന്റെ ഒരു പ്രത്യാശയുണ്ട്, അത് തിരിച്ചറിയാം. അവൻ ഈ ലോകത്തിലുള്ളതിനെ ഒന്നും വിലയേറിയതായി എണ്ണാതെ അകത്തെ കണ്ട് പ്രകാശിച്ചു കഴിയുമ്പോൾ ഈ ലോകത്തിലുള്ളതൊക്കെയും ചപ്പെന്നും ചവറെന്നും വേണ്ടി വളമാക്കി കളയുവാൻ കൃപ ലഭിക്കുന്നതാ പൗലോസിന്റെ ഭാഷ. ഈ പറയുന്ന പൗലോസ് ഒരിക്കൽ പുറക്കണ്ണ് മാത്രം തെളിച്ചമുള്ളവനായി ഈ മാർഗത്തിലുള്ളവരെ നശിപ്പിക്കണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെ താൻ ക്രിസ്തു മാർഗത്തിൽ, നസ്രായ മാർഗത്തിലുള്ളവരെ നശിപ്പിക്കാൻ പുരോഹിതന്മാരിൽ നിന്ന് പത്രവും മേടിച്ചുകൊണ്ട് യെരുശലേമിൽ നിന്ന് ദമസ്കോസിലേക്ക് പോയ ചരിത്രം നമുക്കറിയാം. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് അന്ന് വരെ താൻ കണ്ടിട്ടില്ലാത്തൊരു പ്രകാശം, തന്റെ പുറത്തെ കണ്ണിനെ ഇരുട്ടാക്കിക്കൊണ്ട് തന്റെ അകത്തെ കണ്ണിനെ പ്രകാശിപ്പിച്ചൊരു പ്രകാശം തന്നെ ചുറ്റി മിന്നി കഴിഞ്ഞപ്പോൾ ശൗലിന്റെ പുറം കണ്ണുകൾ അന്ധമായി. എന്നാൽ അവന്റെ അകം കണ്ടു തുറക്കപ്പെട്ടു. പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമേഖലേ, നിന്റെ അകത്തെ കണ്ണൊന്ന് പ്രകാശിക്കണം. അത് പ്രകാശിക്കുമെങ്കിൽ മാത്രമേ സർവശക്തനായ ദൈവം എനിക്കും നിനക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ള
കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ ഇടയാകത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അവൻ ചില ദിവസങ്ങള് കണ്ണു കാണാൻ വയ്യാത്തവനെ പോലെ തപ്പി നടന്നു, ഒരിടത്ത് പോയി ഇരുന്നു. ഒടുവിൽ ഒരു അഭിഷക്തൻ അവിടെ കടന്നു വന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ വീണു. കണ്ണു തുറന്നു. അന്ന് തുറന്ന കണ്ണ് പിന്നെ ലോകത്തെ കാണാൻ പോയിട്ടില്ല. അന്ന് തുറന്ന ആ തുറക്ക പിന്നെ ഒരിക്കലും പഴയത് കാണാൻ പോയില്ല. അന്നു മുതൽ അവൻ കാണുന്നത് സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ മാത്രമായിരുന്നു. ലോകത്തിൽ തനിക്കുള്ള ധനവും മാനവും സമ്പത്തും പഠനവും പഠിത്തവും ആമേൻ ബുദ്ധിയും എല്ലാം ശ്രേഷ്ഠമെന്ന് താൻ എണ്ണിയിരുന്ന തന്റെ പൗരത്വം ഉൾപ്പെടെ താൻ ഇപ്പൊ പറയുക, ഇതൊക്കെ എനിക്ക് ചപ്പും ചവറുമാ. കാരണം എന്നാണെന്നറിയാമോ? അതിൽ ശ്രേഷ്ഠമായി ഒന്ന് കാണുവാൻ എന്റെ അകത്തെ കണ്ണിന്ന് പ്രകാശിച്ചു. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. അകത്തെ കണ്ണ് പ്രകാശിച്ചവനോട് സ്വർഗത്തിലെ ദൈവം പറയുന്നൊരു വാക്യമായത് ഈ പൗലോസിനോട് സംസാരിച്ചൊരു വാക്യമാണ് ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നത്. ആക്ട്സ് ചാപ്റ്റർ 26:18. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവരുടെ കണ്ണ് തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിപ്പാനും ഞാൻ നിന്നെ അവരുടെ അടുക്കിലേക്ക് അയക്കുകയാണെന്ന്. ടു ഓപ്പൺ their eyes. If you are open, if your inner eyes are open, God is going to use you to open the eyes of so many people who are in the darkness. Hallelujah. ആമേൻ. അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ഹല്ലേലൂയ ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും. പ്രിയ ശൗലേ, നിന്റെ കണ്ണ് ഞാൻ തുറന്നത് എന്തിനാണെന്ന് അറിയാമോ? നിന്റെ അകക്കണ്ണിന്ന് പകൽക്കാലം തുറന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇതുവരെ അകക്കണ്ണ് തുറക്കാതെ പുറം കണ്ണുകൊണ്ട് മാത്രം കണ്ണുകൊണ്ട് ഈ ലോകത്തിലുള്ളതിനെ മാത്രം കണ്ണുകൊണ്ട് കൺമോഹത്താലും ജഡമോഹത്താലും അതിന്റെ ജീവിതത്തിന്റെ പ്രതാപത്തിലും അവൻ മതിച്ച് ജീവിതം നഷ്ടപ്പെടുത്തി കിടക്കുന്ന ഇരുളിൽ കിടക്കുന്ന അനേകായിരങ്ങളെ ജാതികളുടെ കണ്ണു തുറക്കാൻ ഞാൻ നിന്നെ അവരുടെ ഇടയിലേക്ക് ജാതികളുടെ അപ്പോസ്തലനായി നിയമിക്കാൻ പോകുകയാണെന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞു. അതാരുമല്ല, അവന്റെ അകക്കണ്ണ് തുറന്ന അവൻ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന നസ്രയനായ യേശുവിന്റെ ശബ്ദമായി കേട്ടത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവേദനേ, എന്റെയും നിന്റെയും അകക്കണ്ണ് തുറക്കപ്പെട്ടതാണെങ്കിൽ എനിക്ക് നിനക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. അകക്കണ്ണ് തുറക്കപ്പെടാതെ ഇന്നും അന്ധകാരത്തിലും ഇരുട്ടിലും ഇരിക്കുന്ന അനേകായിരങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വിളിക്കപ്പെട്ടവരാണ് നാമെന്ന് ഇന്നിപ്പോ പകൽക്കാലം ഓർക്കുക. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞത്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. എന്തിനാ തിരഞ്ഞെടുത്തത്? എന്തിനാ വിളിച്ചത്? എന്തിനാ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത്? എന്തിനാ അതിന്റെ അകത്തെ കണ്ണ് തുറന്നത്? തുറന്നതിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. തുറക്കാൻ സഹായിച്ചവനൊരു പ്രതീക്ഷയുണ്ട് നിന്നില്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു, കുറഞ്ഞപക്ഷം ഹല്ലേലൂയ നിനക്കെങ്കിലുമുള്ള പ്രത്യാശ എന്താണെന്ന് നീ ഒന്ന് തിരിച്ചറിയണം. അതെങ്കിലും ഒന്ന് കണ്ട് മനസ്സിലാക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ വെളിച്ചം കണ്ടപ്പോൾ പുറത്തെ കണ്ണ് ഹല്ലേലൂയ അടഞ്ഞു, അകത്തെ കണ്ണ് തുറന്നു. ശൗല് പൗലോസായി മാറി. പ്രൈസ് ദി ലോർഡ്. അന്ന് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് അവന്റെ പുറംകണ്ണ് അടഞ്ഞതാണ്. അന്നു മുതൽ തന്റെ കാഴ്ചപ്പാട് മാറി, വിഷൻ മാറി. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ,
നമ്മുടെ വിഷൻ മാറി വരുവരെ. ആർ യു സ്റ്റിൽ സീയിങ് ദ തിങ്സ് ഇൻ ദിസ് വേൾഡ്? ഇന്നും നമ്മുടെ വിഷൻ ഈ ലോകത്തിലുള്ളതിനെ ആണോ? ഉയരത്തിലുള്ളതിനെ കാണുവാനും ഉയരത്തിലുള്ളതിനെ കാക്ഷിക്കുവാനും സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും കഴിയാതെ വണ്ണം ഇന്നും ഭൂമിയിലുള്ള ചിന്തകളാൽ നിങ്ങൾ ഞെരുങ്ങുകയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം പൗലോസിന്റെ ഈ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും വേണ്ടി. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, നമ്മുടെ കണ്ണ് ഒന്ന് തുറക്കണമേ. ഇനി കണ്ണ് തുറന്നാൽ, അകത്തെ കണ്ണ് തുറന്നാൽ എനിക്കും നിങ്ങൾക്കും കിട്ടാൻ പോകുന്ന 3 കൂട്ടം കാര്യങ്ങളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ അടുത്ത് ഓർപ്പിക്കുന്നു. അതിന്റെ അടുത്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതരം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന്. നമ്പർ 1, ദ ഹോപ്പ് ഓഫ് യുവർ കോളിംഗ്. വിളിയാലുള്ള ആശ നമ്മൾ എന്താണെന്ന് തിരിച്ചറിയും. നമ്പർ 2, ദ റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ്. അവകാശത്തിന്റെ മഹിമാധനം എന്താണെന്ന് നാം ഒന്ന് തിരിച്ചറിയും. നമ്പർ 3, ഹിസ് ഇൻകംപാരബിളി ഗ്രേറ്റ് പവർ. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് തിരിച്ചറിയണമെന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ അറിയണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ദർശനം ഒന്ന് മാറണം. ദർശനം മാറണമെങ്കിൽ നമുക്കൊരു വെളിപ്പാടുണ്ടാകണം. വെളിപ്പാട് ലഭിക്കണമെങ്കിൽ അത് തരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇതാണ് പരിജ്ഞാനത്തിൽ ദൈവത്തെ അറിയുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലന്റെ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ഇനിയും ആ ഓരോ കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ച് ഒരല്പസമയം കൊണ്ട് ഹോപ്പ് ഓഫ് അവർ കോളിംഗ്, നമ്മുടെ വിളിയുടെ ആശ എന്താണത്? വിളിയുടെ ആശ എന്നാ? നമ്മുടെ പ്രത്യാശ എന്താണ്? നമ്മളെല്ലാവരും കാണാതെ പഠിച്ചിരിക്കുന്ന ഒരു വാക്യമാണല്ലോ. ഹല്ലേലൂയ. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തില് അല്ലെ, 1 തെസ്സലോനി 4:16, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉറക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഈ വചനങ്ങളാൽ നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിനെന്നുള്ള നമ്മുടെ പ്രത്യാശയുടെ ഒരു വചനം പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിയർക്ക് എഴുതിയപ്പോൾ ഓർപ്പിക്കുന്നു. നമ്മുടെ പ്രത്യാശ എന്താ? നമ്മുടെ പ്രത്യാശ ഹല്ലേലൂയ, നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ, ആമേൻ. പാപത്തിൽ നിന്ന് യേശുക്രിസ്തു നമ്മെ വീണ്ടെടുത്തെങ്കിലും നമുക്ക് വേണ്ടി ഒരു നിത്യതയുടെ ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഗ്യാരണ്ടി ആയിട്ടാണ് മുകളിൽ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ സ്റ്റാമ്പ് നമ്മുടെ മേൽ ഇട്ടത്. ഇന്നലെ രാത്രി ഞാനത് ഓർപ്പിച്ചു. എന്തിനാണ് പരിശുദ്ധാത്മാവിന്റെ സ്റ്റാമ്പ് നമ്മുടെ മേൽ ഇട്ടത്? അതൊരു ഉറപ്പായിരുന്നു, ഒരു അഷുറൻസ് ആയിരുന്നു. എന്തായിരുന്നു അഷുറൻസ്? കർത്താവ് പറയുകയാണ്, ഞാൻ വരുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ, കാലത്തിന്റെ അവസാനത്തിൽ, കാലത്തിന്റെ സമ്പൂർണതയിൽ കാഹളം ധ്വനിക്കുമ്പോൾ മരിച്ചവർ ഉയർക്കും. അല്ലേ? കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. ഇതാ നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ. നമുക്കൊരു ഉയർപ്പുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. വിശ്വാസ വീരന്മാരുടെ പട്ടിക പറഞ്ഞു വരുമ്പോൾ അതിന്റെ അവസാന ഭാഗങ്ങളിൽ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ ലാസ്റ്റിൽ വരുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, സ്ത്രീകൾക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു. എങ്ങനെയാണെന്നറിയാമോ? അവര് ശിരച്ഛേദനമേറ്റു, ഭേദ്യമേറ്റു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നല്ല ഒരു ഉയർപ്പ് പ്രാപിക്കാൻ. പ്രൈസ് ദി ലോർഡ്. നല്ല ഒരു ഉയർപ്പ് എനിക്കും നിനക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു പ്രത്യാശ. പ്രിയ ദൈവമക്കളെ, ഇവിടെ കൊണ്ട് എന്റെ ജീവിതം തീരുന്നില്ലെന്നും ഈ ലോകത്തിലല്ല എന്റെ വാസമെന്നും ഞാൻ മറ്റൊരു രാജ്യത്തിന്റെ പ്രതിനിധിയാണെന്നും ഈ ലോകവാസം എനിക്ക് താൽക്കാലികമാണെന്നും എന്റെ അരിമപടാളൻ എനിക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നുണ്ടെന്നും
ഒരു ദിവസം എന്നെ ചേർപ്പാൻ എന്റെ മണവാളൻ മധ്യാകാശത്തിൽ വരുമെന്നും അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ മരിച്ചാലും ഉയർക്കും, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിലും രൂപാന്തരപ്പെട്ട് അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെട്ട് അവനോടുകൂടെ യുഗായുഗം വസിക്കുമെന്നുള്ള നമ്മുടെ ആ പ്രത്യാശയെ കുറിച്ചുള്ള ഒരറിവ് നമ്മുടെ ഉള്ളിൽ വരുവാനിടയാകും. ഇത് വരണമെങ്കിൽ, ഇതൊന്ന് തിരിച്ചറിയണമെങ്കിൽ ലോകക്കണ്ണ് തുറന്നവനെ കൊണ്ട് പറ്റത്തില്ല. അകക്കണ്ണ് പ്രകാശിച്ചവന് മാത്രമേ ഈ ദർശനം ലഭിക്കത്തുള്ളൂ, ഈ വിഷൻ ലഭിക്കത്തുള്ളൂ, ഈ കാഴ്ചപ്പാട് ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ പൗലോസ് പറഞ്ഞത്, ആമേൻ, ഹല്ലേലൂയ, ഹൃദയ, ഹല്ലേലൂയ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ്. ഈ വെളിപ്പാട് ആർക്കാ ലഭിക്കുന്നത്? ഈ വെളിപ്പാട് വാസ്തവത്തിൽ അകത്തെ കണ്ണ് തുറന്നവന് മാത്രമേ ലഭിക്കൂ. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവനോട്, മഴ കണ്ടിട്ടില്ലാത്തവനോട് എത്ര കൊല്ലം മഴ വരുന്നത് എന്ന് പറഞ്ഞാലും പെട്ടകത്തിൽ കണക്കത്തില്ലെങ്കിൽ ഇതേ അനുഭവമാണെന്ന് പകൽക്കാലം അകക്കണ്ണ് പ്രകാശിക്കുന്നവനോട് സുവിശേഷം പറഞ്ഞാൽ അവനിതൊന്നും ചെവിക്കൊള്ളത്തില്ല. അത് പോരാഞ്ഞ് സ്തോത്രം, ഈ കണ്ണ് അടച്ചു വെക്കുന്ന ഒരു പുള്ളിക്കാരനുണ്ട്. ഹല്ലേലൂയ. ആരാണ് അവന്റെ പേര്? ഈ ലോകത്തിന്റെ പ്രഭു. അവൻ എന്തോ ചെയ്തു? അവരുടെ കണ്ണ് കുരുടാക്കി കളഞ്ഞു. ഏത് കണ്ണ്? ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പ്രഭു കുരുടാക്കി കളഞ്ഞത് പുറമേയുള്ള കണ്ണുകളല്ല. ഈ ലോകത്തിന്റെ പ്രഭു കുരുടാക്കിയത് അകത്തെ കണ്ണുകളാണ്. പൗലോസിന്റെ കണ്ണ് പുറമേ ഉള്ളതല്ല കുരുടായിരുന്നത്, അവന്റെ അകത്തെ കണ്ണ് കുരുടായിരുന്നത് കൊണ്ട് അവൻ, ഹല്ലേലൂയ, ന്യായപ്രമാണത്തിന് അവന്റെ കണ്ണ് തുറന്നിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനോടുള്ള നീതീകരണത്തിനും രക്ഷയ്ക്കും അവന്റെ കണ്ണ് അടഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ഒരിക്കലായിട്ട് അവന്റെ അകക്കണ്ണ് ദൈവം തുറന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് അവന്റെ ന്യായപ്രമാണത്തിന്റെ ചിന്തകളല്ല, പ്രവൃത്തിയിലൂടെയുള്ള നീതീകരണമല്ല, ഈ ലോകത്തിന്റെ ചിന്തകളല്ല, ഉയരത്തിലുള്ള നല്ല അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഓട്ടമായിരുന്നു പൗലോസിന്റെ ഓട്ടം. ഹല്ലേലൂയ. കണ്ണു തുറന്നാൽ വെളിയാനുള്ള ആശ എന്താണെന്ന് തിരിച്ചറിയും. വിളിച്ചത് വെറുതെ അല്ല കേട്ടോ. ചുമ്മാ ഓടിയേച്ച് നിന്നെ കുഴിക്കകത്തിട്ട് മൂടാനല്ല ദൈവം വിളിച്ചത്. ഓടാൻ വിളിച്ചെങ്കിൽ ചിലത് തരാൻ കൂടാ വിളിച്ചത്. കിട്ടാനുള്ളത് എന്താണെന്ന് അറിഞ്ഞെങ്കിലേ ഓടാൻ ഒരു ഉന്മേഷം ഉണ്ടാകത്തുള്ളൂ. ഓടിച്ചെല്ലുമ്പോൾ കിട്ടുന്നത് എന്താണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ ഓടാൻ നിനക്കൊരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നിന്നെ എന്തിനാ വിളിച്ചതെന്നും നീ ഓടി നിന്റെ ഓട്ടം തികയ്ക്കുമ്പോൾ നിനക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണെന്നും ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ നല്ലപോലെ പൊരുതു, വിശ്വാസം കാട്ടു, ഓട്ടം തികച്ചു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, എനിക്ക് മാത്രമല്ല ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച ഏവർക്കും തന്നെ എന്ന് പൗലോസ് വിളിച്ചു പറയുമ്പോൾ ഇന്ന് പകൽക്കാലം ഓർക്കുക, ഓട്ടം തികയ്ക്കുന്നവർ വെച്ചിരിക്കുന്ന ഒരു കിരീടമുണ്ട്. അത് പ്രാപിക്കാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ഓടുവാൻ നിന്റെ അകത്തെ കണ്ണൊന്ന് പ്രകാശിക്കട്ടെ. എന്നാൽ അനേകരുടെ അകക്കണ്ണിന്ന് പകൽക്കാലം ദുഷ്ടനായവൻ കുരുടാക്കി വെച്ചിരിക്കുകയാണ്. അതൊന്ന് തുറക്കണം. അത് തുറക്കണമെങ്കിൽ ജ്ഞാനത്തിൽ ദൈവത്തെ പഠിച്ചാൽ പോരാ, നീ പരിജ്ഞാനത്തിൽ ദൈവം ആരാണെന്ന് അറിയണം. വെളിപ്പാടുകളെ നൽകുന്ന ആത്മാവ് നിന്റെ അകത്തൊന്ന് കയറണം. ഇത് വന്നാൽ നിന്റെ ദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ നിന്നെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്നും അവിടെ നിന്ന് നിനക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണെന്നും അറിയത്തുള്ളൂ. കിട്ടാൻ പോകുന്നതിനെ കുറിച്ച് അറിവുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ നീ അനുഭവിക്കുന്ന വിഷയത്തിന്മേലുള്ള ഈ അവസ്ഥകളെ കുറിച്ച് നിനക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് തന്നെ പറഞ്ഞത്, നൊടി നേരത്തേക്കുള്ള ഈ കഷ്ടം ലഘുവ. എന്താ പൗലോസേ അങ്ങനെ പറയാൻ കാരണം? ഇത്രമാത്രം കഷ്ടപ്പാട് അനുഭവിച്ചിട്ട് എന്തെല്ലാം പ്രതികൂലത്തിൽ കൂടെ കടന്നുപോയി. കള്ളന്മാരുടെ ആപത്ത്, പട്ടിണി, ശൈത്യം, പൈതാഹം,
കൂട്ട് സഹോദരന്മാരുള്ള ആപത്ത്, ആമേൻ, കപ്പൽ ഛേദം, ഹല്ലേലൂയ, ഈർച്ചവാലിനാൽ അറക്കപ്പെട്ടു, സിംഹങ്ങളുടെ ഗുഹയിൽ ഇടപെട്ടു, ആമേൻ. ഇങ്ങനെ എന്തെല്ലാം പ്രതികൂലങ്ങൾ, ആമേൻ, ഹല്ലേലൂയ, കടന്നു പോയപ്പോഴും ഭക്തന്മാര് പറയുകയാണ് ഇതൊക്കെ നൊടിനേരത്തേക്കുള്ള കഷ്ടമാണ്. അത് പറയണമെങ്കിൽ നിന്റെ അകത്തേക്കാണൊന്ന് പ്രകാശിക്കണം. ഇത് നൊടിനേരത്തേക്ക് ഉള്ളെന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം. നൊടിനേരത്തേക്ക് ഉള്ളെന്ന് പറയണമെങ്കിൽ നിനക്കിനി കിട്ടാൻ പോകുന്ന ലോകത്തിൽ നീ എത്ര കാലം ജീവിക്കാൻ പോകുന്നു എന്നുള്ളതിനെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇത് നൊടിനേരമെന്ന് മനസ്സിലാക്കുന്നത്. കാരണം എന്താ? ഈ ലോകത്തിലെ വാസം 70, ഏറിയാൽ 80. സ്തോത്രം. നിത്യതയിൽ യുഗായുഗ മില്യൺസ് ആൻഡ് മില്യൺസ് ഇയേഴ്സ് ജീവിക്കാൻ പോകുന്ന ആ കാഴ്ചപ്പാടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ 70 or 80 ഇയേഴ്സ് ഇങ്ങനെ നൊടിക്കുമ്പോൾ തീരുന്നതാണെന്ന പറഞ്ഞതിന്റെ സാരം. അത് അകത്ത് കയറി ആശ്വാസം കണ്ടെത്തണമെങ്കിൽ ആ നിത്യതയെ കുറിച്ചുള്ള ഒരു പ്രകാശം നിന്റെ അകത്ത് വന്നെങ്കിലേ സാധിക്കത്തുള്ളൂ. ആ ആശ നീ മനസ്സിലാക്കിയാലേ സാധ്യമാകൂ. Praise the Lord. Hallelujah. Hope of your calling, വിളിയുടെ ആശ, ആമേൻ, തിരിച്ചറിയണം. നമ്പർ 2, ആമേൻ, നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചാൽ നീ തിരിച്ചറിയുന്ന മറ്റൊരു കാര്യമുണ്ട്. riches of his glorious inheritance. ഹല്ലേലൂയ, അവകാശത്തിന്റെ മഹിമാധനം. ഞാൻ മുമ്പേ പറഞ്ഞതുമായിട്ടൊക്കെ ചേർന്ന് വരുന്ന വിഷയമാണ്. ഇതെല്ലാം കോറിലേറ്റഡ് ആണ്. എന്താണ് നമുക്ക്, ആമേൻ, ലഭിക്കാൻ പോകുന്ന അവകാശം? സ്തോത്രം. 1 John chapter 3 verse 2, 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. 1 John chapter 3 verse 2. ഹല്ലേലൂയ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. സ്തോത്രം. ഒന്ന്, നാം ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ നമ്മളെ അകക്കണ്ടുകൊണ്ട് നമുക്കറിയാം നമ്മൾ ഇന്നതാണ് ആകാൻ പോകുന്നതെന്ന്. പിന്നെ പറയുകയാണ് അവൻ പ്രത്യക്ഷനാകുമ്പോൾ. ആര്? കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ, താൻ ഇരിക്കും പോലെ തന്നെ നാം അവനെ പോലെ എന്ന് പറഞ്ഞിട്ട് സംശയമുള്ളവർക്ക് സംശയം മാറ്റുവാൻ ഒന്നുകൂടെ ഉറപ്പിച്ച് പൗലോസ് പറയുക, നാം അവനെ പോലെ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഇരിക്കും പോലെ തന്നെ കാണേണ്ടതാകുന്നു. അല്ലെ, കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ പോലെ ഞാൻ ആയിത്തീരുമെന്ന്, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഞാനുമാകുമെന്ന്, ഉയർക്കപ്പെട്ട ക്രിസ്തുവിനെ പോലെ ഞാൻ ആയിത്തീരുമെന്ന്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ സ്വർഗത്തിൽ വസിക്കുന്ന ആത്മാവായ ദൈവം ആത്മശരീരത്തിൽ ജീവിക്കുന്നത് പോലെ എന്റെയും നിന്റെയും ഈ ജഡശരീരം കളഞ്ഞിട്ട് എനിക്കും നിനക്കും ഒരു ആത്മശരീരം തന്ന ദൈവത്തെ പോലെ നമ്മളെ ആക്കുന്നൊരു ദിവസമുണ്ട്. ദൈവത്തിന്റെ ഉദ്ദേശം, ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്. സ്തോത്രം. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ചിന്തിച്ചല്ലോ. അതിന്റെ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം നമുക്ക് വെളിപ്പെടുത്തി തന്നു. എന്താ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം? അവനെ പോലെ നമ്മളെ ആക്കി തീർക്കുക. എങ്ങനെ ആയിത്തീരുന്നത്? ഇത് ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ തിരിച്ചറിയത്തുള്ളൂ. ഹൃദയദൃഷ്ടി പ്രകാശിച്ചവൻ വിളിച്ചു പറയുകയാണ്, ഒരു ദിവസം അവൻ പ്രത്യക്ഷനാകും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ താൻ ഇരിക്കും പോലെ തന്നെ ഞാനുമായിത്തീരും. ആ പ്രത്യാശ എത്ര പേർക്കുണ്ട്? ഹൃദയത്തിൽ ആശ എത്ര പേർക്കുണ്ട്? ആമേൻ. നാം രൂപാന്തരപ്പെട്ട് ഇവിടുന്ന് പോകുന്നത് ഒരാത്മശരീരത്തിലാണ്, ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലാണ്. ഹല്ലേലൂയ. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് ദൈവവചനം ഓർപ്പിക്കുമ്പോൾ ആ തേജസ് നഷ്ടപ്പെട്ട ഈ ലോകത്തിലെ, ഹല്ലേലൂയ, അകക്കണ്ണ് നഷ്ടപ്പെട്ടു പോയ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ തേജസ്കരിക്കപ്പെട്ട, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, തേജസ്സിന്റെ ശരീരം നമുക്ക് തന്ന തേജോമയനായ ദൈവത്തിന്റെ അടുക്കലേക്ക് നാം കടന്നു പോകുന്ന ആ നല്ല പ്രത്യാശയെക്കുറിച്ച് ഓർത്തേ. നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ?
What is that God is going to give us? Hallelujah. എന്റെ ആശ എന്താണെന്ന് ഓർക്കണം. Hallelujah. അതുപോലെ തന്നെ the glorious inheritance. What is the glorious inheritance? Glorious inheritance is nothing but you and me are going to receive a glorious heavenly body. സ്തോത്രം. ഒരു ദൈവിക ആരാത്മിക ശരീരം എനിക്കും നിങ്ങൾക്കും, തേജസ്കരിക്കപ്പെട്ട ശരീരം എനിക്കും നിങ്ങൾക്കും ലഭിക്കാൻ പോകുന്നു. വേഗത്തിൽ അടുത്ത ചിന്തയിലേക്ക് വരട്ടെ. 2 തിമോഥെയോസിന്റെ എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. 2 Timothy chapter 2 verses 11. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, It is a faithful saying, for if we be dead with him, we shall also live with him. ഹല്ലേലൂയ. എന്താണ് നമ്മുടെ ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ്? We are going to live with him. നാം അവനോട് കൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. Praise God. Hallelujah. മരണം കൊണ്ട് തീരുന്ന ഒരു ബന്ധമല്ലിത്. ആ കണ്ണൊന്ന് പ്രകാശിക്കട്ടെ. പിരിയ ബന്ധമാണിത്, പിരിയ ബന്ധമാണിതെന്ന് പാട്ടുകാരൻ പാടുമ്പോൾ എന്താണ് ഈ പിരിയ ബന്ധത്തിന്റെ അർത്ഥം? ശവക്കുഴി കൊണ്ട് ഹല്ലേലൂയ ആമേൻ തീരുന്നതല്ല ഈ ബന്ധം. ഒരു സംസ്കാര ശുശ്രൂഷ കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ ബന്ധം. ശവക്കോട്ടയുടെ സെല്ല് അടച്ചു പൂട്ടുമ്പോൾ തീരുന്നതല്ല ഞാനും നീയുമായിട്ടുള്ള ഈ ദൈവിക ബന്ധം. അതിനപ്പുറത്ത് നിത്യത വരെ നീളുന്ന ഒരു ബന്ധമാണ്. അവനോട് കൂടെ നിത്യതയിൽ ഞാനും നീയും ജീവിക്കാൻ പോകുന്നു, അവനോട് കൂടെ വാഴാൻ പോകുന്നു. നമ്മുടെ കർത്താവായ യേശു രാജാവായി വേഗം വരാൻ പോകുകയാ. ആ രാജാവിന്റെ രാജ്യത്തിൽ ഞാനും നിങ്ങളും രാജാക്കന്മാരെ പോലെ വാഴുന്നതിന് കൂടെ സഹിച്ചെങ്കിൽ കൂടെ വാഴും. ഓ, വാട്ട് എ ഗ്ലോറിയസ് ഇൻഹെറിറ്റൻസ്! എന്തൊരു പ്രത്യാശയുള്ള വാക്കുകളാണ്. ഇതിനെക്കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ? ഇതിനെക്കുറിച്ച് വല്ല അറിവുമുണ്ടോ? ഹല്ലേലൂയ. പ്രസംഗം കേട്ടും വേദപുസ്തകം വായിച്ചും മാത്രം അറിയുന്ന ദൈവത്തെ ഒന്ന് അറിയാതെ ഇന്ന് പകൽക്കാലം കർത്താവേ എൻ്റെ അകത്തെ കണ്ണൊന്ന് തുറന്ന ഇതൊക്കെ ഒന്ന് കാണാനും അനുഭവിക്കുവാനുള്ള ഒരു കൃപ തരണമെന്ന് ഇന്ന് വാസ്തവത്തിൽ പ്രാർത്ഥിക്കുക. ഇതൊന്ന് തുറന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിലനിൽക്കത്തുള്ളൂ. അടുത്തത് സ്തോത്രം. മൂന്നാമത്, ഈ അകക്കണ്ണൊന്ന് പ്രകാശിച്ചാൽ ലഭിക്കാൻ പോകുന്നത് എന്താ? ഹിസ് ഇൻകംപാരബിളി ഗ്രേറ്റ് പവർ. ഹല്ലേലൂയ. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇന്നതൊന്നും തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ശക്തി നമുക്കൊക്കെ ഉണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാ നമ്മളെല്ലാം. പക്ഷെ പലപ്പോഴും ശക്തിയുടെ വലിപ്പം എന്താണെന്ന് നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. ഡൈനാമിറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ സാധനം, ഇച്ചിരി ഉള്ളൂ. പക്ഷെങ്കിൽ അത് പൊട്ടുമ്പോഴേ അറിയത്തുള്ളൂ അതിന്റെ ശക്തി എന്തുവാണ്. ആറ്റം എന്ന് പറയുന്നത് ഒരു ചെറിയ സാധനമാണ്, കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. ഒരാറ്റം സ്പ്ലിറ്റ് ആകുന്നതാണ് ആറ്റം ബോംബ്. ഒരാറ്റം സ്പ്ലിറ്റ് ആയാൽ ഇത്രയ്ക്ക് പവർ അതിനകത്തുണ്ടെങ്കിൽ, പ്രിയ ദൈവവേദന, എന്റെയും നിന്റെയും അകത്ത് ദൈവം തന്നിരിക്കുന്ന ശക്തിയെ ഇന്നൊന്ന് തിരിച്ചറിയണം കേട്ടോ. സാധാരണ ആനയെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ആനയ്ക്ക് അതിന്റെ ശക്തി തിരിച്ചറിയുന്നത് അതിന് മതമിളകുമ്പോഴാണ്. സ്തോത്രം. നമ്മൾ പറയും മതമിളകിയെന്ന്, പക്ഷെങ്കിൽ വാസ്തവത്തിൽ ആനയ്ക്ക് സുബോധം വരിക അന്നേരം എന്തോ മനസ്സിലാക്കി ആനയ്ക്ക് അതിന്റെ ശക്തി തിരിച്ചറിയാനുള്ള കേപ്പബിലിറ്റി കിട്ടിയത്. അതിനു മുമ്പ് വരെ കൊടക്കമ്പി പോലുള്ള ഒരു പാപ്പാൻ ഈർക്കില് പോലൊരു കമ്പ് കാലിലോട്ട് വെച്ചിട്ട് തില്ലാനെ എന്ന് പറഞ്ഞാൽ അനങ്ങാതെ മണിക്കൂറുകൾ അവിടെ നിൽക്കുമായിരുന്നു. പക്ഷെങ്കിൽ അവന്റെ ഒറിജിനാലിറ്റി മനസ്സിലാക്കി കഴിയുമ്പോ ഈ പാപ്പാനെ എടുത്ത് ചുരുട്ടി എറിയും. കമ്പ് പോയിട്ട് ഒരു തെങ്ങ് കൊണ്ട് ചാരി വെച്ചാലും ഒറ്റ തൊഴിക്കതില്ലാതെ തെറിപ്പിക്കും. അത്രയ്ക്ക് ശക്തി അവന്റെ അകത്ത്. ദൈവമേ, എന്റെയും നിന്റെയും ശക്തിയെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവം നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന
ജീവിപ്പിക്കുന്ന ശക്തിയെ ഇന്ന് പകലൊന്ന് തിരിച്ചറിയണം. ആ ശക്തിയെ അറിയാൻ മേലാത്തത് കൊണ്ട് പൗലോസ് അവിടെ ഒരു ഉപമ ഉപയോഗിച്ചു. ഇനിയും ആർക്കെങ്കിലും ഈ ശക്തി അറിയാതെ പോയെങ്കിൽ അവർക്ക് അറിവിന് വേണ്ടി പൗലോസ് അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. ഏതാണ് ഈ ശക്തി? ഹല്ലേലൂയ. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിനും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്നെ വലത്തുഭാഗത്ത് ഇരുത്തുകയും ചെയ്തു. ഏതായി ശക്തി? മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ശക്തി. ഈ ലോകത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു ശക്തി ഉളവാക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ബോംബ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ലോകത്തിലെ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ശക്തിയേറിയത് ഒന്നിനും ഇതുവരെ മരിച്ചവനെ ജീവിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയുകയാണ്, എന്റെയും നിന്റെയും ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ടല്ലോ, അതേ ശക്തിയാണ് മരിച്ചവരായ യേശു ക്രിസ്തുവിനെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ച ശക്തി. ഹല്ലേലൂയ. അരിമത്യയിലെ യോസേഫിന്റെ പാറയിൽ വെട്ടിയ കല്ലറയ്ക്കകത്ത് യേശുവിനെ അടക്കം ചെയ്ത് പാറ കൊണ്ട് അടക്കം വെച്ച് റോമൻ സാമ്രാജ്യത്തിന്റെ ഇമ്പീരിയൽ മുദ്രയും പതിപ്പിച്ച് കാവൽ നിൽക്കുവാൻ പട്ടാളക്കാരെ മാറ്റിയപ്പോൾ ലോകവും പാപവും പിശാചും ഒരുമിച്ച് പറഞ്ഞു, ഇവന്റെ കഥ കഴിഞ്ഞു, ഇവന്റെ ജീവിതം ഇവിടെ അവസാനിച്ചു, യേശു എന്ന മഹാപുരുഷൻ ഇവിടെ കൊണ്ട് തീർന്നു, ഇനിയും ലോകത്തെ അന്ധകാരത്തിലിട്ട് നാശത്തിലേക്ക് കൊണ്ടുപോകാൻ യാതൊരു തടസ്സവും ഇല്ല എന്ന് അന്ധകാര ശക്തികൾ ഒരുപോലെ വെല്ലുവിളിച്ചപ്പോൾ ഹല്ലേലൂയ, സാക്ഷാൽ പാറയായിരുന്ന ക്രിസ്തുവിന്റെ ഉള്ളിൽ മൂന്നാം നാൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ പാറയകത്തൊന്ന് ചലിച്ചപ്പോൾ അതിന്റെ പുറത്തു വെച്ചിരുന്ന പാറ ഇളകി മാറി, പാറ ഉയർന്നു. മൂന്നാം ദിവസം ഉയർത്തവനായ ക്രിസ്തു ഇന്നും ആ കല്ലറയുടെ വാതിൽക്കൽ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ലോകമേ, നീ പറഞ്ഞു ഇവൻ ഉയർത്തില്ലെന്ന്. പിശാചേ, നീ വിചാരിച്ചു പിന്നെ കഥ കഴിഞ്ഞെന്ന്. പാപമേ, നീ വിചാരിച്ചു നിന്റെ ആധിപത്യം ഇവിടെ ഒടികൊത്തി വാഴുമെന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവം തന്റെ പരിശുദ്ധ ആത്മാവിനെ തന്റെ പുത്രന്റെ ശരീരത്തിന്റെ മേലയച്ച മൂന്നാം നാൾ അവനെ ഉയർപ്പിച്ച ശക്തിയുണ്ടല്ലോ, ആ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് ശരീരത്തിൽ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ പ്രതിസന്ധികളെ കണ്ടും പ്രതികൂലത്തെ കണ്ടും അടങ്ങിയിരിക്കത്തില്ല. അവൻ അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, ഇത് ദൂരായി ഏറ്റെടുത്തോ. നിന്നെ അടച്ചകത്തിരുത്തിയാലും നിന്നെ പൂട്ടി പുറത്ത് ഹല്ലേലൂയ അടപ്പ് വെച്ച് അടച്ചാലും ഇനി നീ ചലിക്കത്തില്ലെന്ന് പറഞ്ഞ് ലോകം മുദ്രയിട്ടാലും അതിനപ്പുറത്ത് നിന്റെ അകത്ത് ശക്തി വ്യാപരിക്കുമ്പോൾ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മ ശക്തി ആമേൻ, അത് പ്രകടമാകുമ്പോൾ നിന്റെ പൂട്ടി വെച്ചതൊക്കെ തെറിച്ചു മാറും. ഹല്ലേലൂയ. ഉള്ളിൽ ശക്തി വ്യാപരിക്കുന്നവനെ പിടിച്ചുകെട്ടാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ലെന്നേ. അതിന്റെ വലിപ്പം ഇന്നൊന്ന് തിരിച്ചറിയും. അതിന്റെ വലിപ്പം ഇന്ന് പകൽക്കാലം ഒന്ന് തിരിച്ചറിയും. ആ തിരിച്ചറിയുന്നവൻ ഹല്ലേലൂയ ഇവിടെ ഓർപ്പിക്കുകയാണ്. ക്രിസ്തു ഹല്ലേലൂയ, ക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ശക്തി. ഉയർത്തിട്ട് എന്തോ സംഭവിച്ചു അവിടെ പറയുകയാണ്, സ്വർഗത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുത്തി. എന്നിട്ട് വെറുതെ ഇരിക്കുകയല്ല, പിന്നെ എല്ലാ വാഴ്ചകളെയും അധികാരത്തെയും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകലനാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആമേൻ 2-3 അധ്യായങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ പുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിച്ചു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒടുവിൽ കർത്താവിനും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട് മാത്രമേ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ഹല്ലേലൂയ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊള്ളുവേൻ. നിന്റെ അകത്തുള്ള ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു വാഴ്ചയ്ക്കും ഒരു അധികാരത്തിനും ഈ ലോകത്തിലെ ദുഷ്ടശക്തികൾക്കും നിന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. കാരണം അതിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന, അതിന്റെ മീതെ വ്യാപരിക്കുന്ന ഒരു ശക്തിയാണ് എന്റെ നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ദൈവജനമേ, ഇന്ന് പകൽക്കാലം ആ ശക്തി ഏറ്റെടുത്ത് സകലത്തെ കീഴ്പ്പെടുത്താൻ കഴിയുന്നവന്റെ ശക്തിയാൽ നീയും ഇന്ന് ശക്തിപ്പെടുക. ഹല്ലേലൂയ. വാഴ്ചകൾക്കും അധികാരങ്ങളെയും, ഹല്ലേലൂയ, സ്തോത്രം, കർത്തൃത്വങ്ങളെയും കാൽവരി ക്രൂശിൽ ആയുധവർഗം വെപ്പിച്ച് അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയവനായി യേശു. ആ യേശു പറയുകയാണ്, എൻ്റെ മേൽ ശക്തി വന്നപ്പോൾ ഞാനിതെല്ലാം സാധിച്ചു. എന്ത് സാധിച്ചു? വാഴ്ചകളെയും ശക്തികളെയും കർത്തൃത്വങ്ങളെയും വാഴ്ചകളെയും എല്ലാം ഞാൻ ആയുധവർഗം വെപ്പിച്ചു. ഇന്ന് ഞാൻ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഇതിനെ എല്ലാം കാൽക്കീഴാക്കി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പക്ഷപാതം ചെയ്യുകയാണ്. ഇതിനെയെല്ലാം തോൽപ്പിക്കാൻ കഴിയുന്നൊരു ദൈവമാണ് എൻ്റെയും നിന്റെ ദൈവമെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയും. സ്തോത്രം. അടുത്ത വാക്യം ഇങ്ങനെയാണ്, 22-ാം വാക്യം, 1-ാം അധ്യായം 22-ാം വാക്യം. ഹല്ലേലൂയ. അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ, ഹല്ലേലൂയ, തലയാക്കി. ഇനി ഈ അധ്യായത്തിന്റെ മർമ്മം എവിടെയാണ് കിടക്കുന്നത്? മർമ്മം, ദൈവത്തിന്റെ ഒരു മർമ്മത്തെ കുറിച്ച് നേരത്തെ നമ്മൾ പഠിച്ചു, ചിന്തിച്ചു. ദൈവഹൃദയത്തിന്റെ മർമ്മം എന്തായിരുന്നു? ദൈവഹൃദയത്തിന്റെ മർമ്മം മറ്റൊന്നുമല്ലായിരുന്നു, സഭയാണ്. സകലത്തെ നിറയ്ക്കുന്നവന്റെ നിറവായ ഈ ക്രിസ്തുവിനെ ആർക്ക് കൊടുത്തു? മറ്റാർക്കുമല്ല കൊടുത്തത്. ഹല്ലേലൂയ. എല്ലാത്തിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തു തലയാണെങ്കിൽ, ദൈവസഭ ശരീരമാണെങ്കിൽ, നാം ഓരോരുത്തരും ആ ശരീരത്തിന്റെ അവയവങ്ങളാണെങ്കിൽ, ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്ന എന്നെയും നിന്നെയും തൊടാൻ ഈ ലോകത്തിൽ ഏത് ശക്തിക്കാ സാധ്യമാകുന്നത്? എന്നെയും നിന്നെയും തളർത്തിക്കളയാൻ ആർക്കാ സാധ്യമാകുന്നത്? തളർന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ക്ഷീണിച്ചു പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് ഒന്ന് തിരിച്ചറിയാത്തത് കൊണ്ട്. ഇന്ന് പകൽക്കാലം ആ ശക്തി ഒന്ന് തിരിച്ചറിയണം. ഇന്ന് പകൽക്കാലം വിളിയാലുള്ള ആശ എന്താണെന്ന് തിരിച്ചറിയണം. നമുക്ക് ലഭിക്കാൻ പോകുന്ന, ഹല്ലേലൂയ, അവകാശത്തിന്റെ മഹിമാതനം എന്താണെന്ന് തിരിച്ചറിയണം. തിരിച്ചറിയണമെങ്കിൽ വെളിപ്പാടുകളുടെ ആത്മാവ് കൊണ്ട് നമ്മുടെ അകക്കണ്ണുകളൊന്ന് തുറക്കണം. അകക്കണ്ണ് തുറക്കണമെന്ന് മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് തുറക്കണമെങ്കിൽ പരിജ്ഞാനത്തിൽ ദൈവത്തെ ഒന്ന് മനസ്സിലാക്കണം. അനുഭവത്തിലൂടെ ദൈവത്തെ ഒന്ന് മനസ്സിലാക്കണം. അനുഭവത്തിലൂടെ ദൈവത്തെ മനസ്സിലാക്കണം. പരിശുദ്ധാത്മ ശക്തിയാൽ അകക്കണ്ണ് തുറക്കപ്പെട്ട് നമ്മുടെ ആശയും, ഹല്ലേലൂയ, നമ്മുടെ, ഹല്ലേലൂയ, ലഭിക്കാൻ പോകുന്ന പ്രത്യാശയും, ആമേൻ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശക്തിയും തിരിച്ചറിഞ്ഞ് ഈ നാളുകളിൽ വിശുദ്ധിയോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുമെങ്കിൽ, ഹല്ലേലൂയ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. ആർക്കാണ് ഈ അനുഗ്രഹങ്ങളെ കൊടുത്തത്? ദൈവസഭയ്ക്കാണ് കൊടുത്തത്. ഈ ശക്തി ആർക്കാണ് കൊടുത്തത്? ദൈവസഭയ്ക്കാണ് കൊടുത്തത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവസഭയുടെ അംഗങ്ങളായി തീരുവാൻ എനിക്കും നിങ്ങൾക്കും ലഭിച്ച മഹാകൃപയെ ഓർത്ത് പിന്നെയും ദൈവത്തെ സ്തുതിക്കുക. ഈ ദിവസങ്ങളിൽ പരാജയപ്പെട്ടവരെ പോലെ ഇരിക്കാതെ, ഭീരുവെ പോലെ ഇരിക്കാതെ, ക്ഷീണിതരെ പോലെ ഇരിക്കാതെ, തളർത്തപ്പെട്ടവനെ പോലെ ഇരിക്കാതെ, ഈ നാളുകളിൽ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന
ശക്തിയുടെ വലുപ്പം തിരിച്ചറിഞ്ഞ് നമ്മെ തോൽപ്പിക്കാൻ വരുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ തോൽപ്പിച്ച് നമുക്ക് മുന്നേറാം. ജയാളികളായി കർത്താവിന് വേണ്ടി നിൽക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.